ആന്റണി രാജു. അദ്ദേഹം എന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല. കാര്യം ഒരു ക്രിമിനൽ കേസിൽ പുള്ളി ചെയ്തു എന്ന് കോടതി വിധിച്ച ഒരാളെ മുൻമന്ത്രി എന്നുള്ള റെസ്പെക്റ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം എന്നൊന്നും പറയണ്ട. അവൻ കുറ്റം ചെയ്തു. എന്താണ് കുറ്റം? വിശ്വാസവഞ്ചന. ഇതിൽ ഉദ്യോഗത്തിലിരിക്കുന്ന ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന കള്ളക്കടത്തിന് പിടിച്ച തൊണ്ടി മുതൽ അതിൻ്റെ അളവ് മാറ്റി അയാളുടെ അല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി പറഞ്ഞ പക്ക വിശ്വാസവഞ്ചന. എന്താല്ലേ ഇത് കോടതിയിൽ തെളിഞ്ഞു. ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതിയിൽ തെളിഞ്ഞപ്പോൾ കോടതി ശിക്ഷിച്ചു. അപ്പോൾ ഒരു നിയമമുണ്ട്, 3 വർഷത്തിന് മുകളിൽ ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ആൾക്ക് ഇത്ര വർഷത്തേക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു നിയമം വന്നപ്പോൾ പുള്ളിക്കാരന് ഇപ്പോഴത്തെ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റുന്നില്ല. ആ വിധി സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് കോടതിയെ സമീപിച്ചത്. ഒന്ന് ആലോചിക്കണേ, ഈ ക്രിമിനൽ കേസിൽ വിശ്വാസവഞ്ചനയ്ക്ക് ശിക്ഷിച്ച ഇയാള് നിയമസഭയിൽ MLA, അത് കഴിഞ്ഞ് മന്ത്രിയായി. ഈ മന്ത്രിയായിട്ട് നമ്മുടെ നിയമം നിർമ്മിക്കാനായിട്ട് ഉള്ള ഒരു വ്യക്തി ആയിരുന്നു എന്ന് അറിയുമ്പോൾ നമുക്കൊക്കെ തോന്നുന്ന ഒരു വില അല്ലേ? അത്രയും മോശം ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ ജനാധിപത്യം മുന്നോട്ട് പോകണമെന്നാണ് തോന്നുന്നത്. ഈ ആന്റണി രാജു ഇപ്പം ഈ ഓർഡർ സ്റ്റേ വാങ്ങി മത്സരിച്ചു എന്ന് വിചാരിക്കുക. ഇതേ ആൾക്കാർ ശിക്ഷിക്കാനായിട്ട് കോടതി വിധി വന്ന ആള് അടുത്ത മന്ത്രിയാവുമായിരുന്നു. അങ്ങനത്തെ വോട്ടേഴ്സാണ് ഇവിടെ ഉള്ള കൂടുതലും. പാർട്ടി നോക്കി കുത്തുക, ജാതി നോക്കി കുത്തുക, വർഗം നോക്കി കുത്തുക. സത്യം പറഞ്ഞാൽ ഈ ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള വിവേചനപരമായിട്ട് തന്നെയാണ് ഇവിടുത്തെ വോട്ട് ബാങ്കിങ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഈ വിവേചനം എങ്ങനെയൊക്കെ ആൾക്കാരെ വർഗീകരിക്കാം എന്നുള്ള രീതിയിൽ വർഗീകരിച്ച് ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നതും എല്ലാം ഇവിടുത്തെ മുഖ്യധാര പാർട്ടി ഉൾപ്പെടെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവൻ ഇനിയിപ്പം വേറെ എന്ത് ചെയ്തിട്ട് വന്നെന്ന് പറഞ്ഞിരുന്നാലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. കൊലപാതകം ചെയ്താലും എന്തൊക്കെ വന്നാലും ഇവിടെ കഴുതകൾ എന്ത് ചെയ്യും, ഇങ്ങനെ കൊണ്ടുപോയി വോട്ട് കുത്തും. അങ്ങനെ പറയണം. എൻ്റെ കുറച്ച് സംശയങ്ങളാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനകത്ത് ആൻസർ തരാൻ പറ്റുമെങ്കിൽ തന്നാൽ മതി. നമ്മുടെ ഈ ലോകസഭയിലൊക്കെ മത്സരിച്ച് MP ആയവര് വീണ്ടും ഇപ്പൊ നിയമസഭ ഇലക്ഷൻ വന്നേ, ഇപ്പൊ വീണ്ടും അവര് മത്സരിക്കാനായിട്ട് അത് MP സ്ഥാനം രാജിവെച്ച് MLA സ്ഥാനത്തിലോട്ട് വരാനായിട്ട് നിൽക്കുന്ന ആൾക്കാർ കുറച്ച് പേര്. തിരിച്ചും അതേപോലെ തന്നെ പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ ഇതേപോലെ MLA സ്ഥാനം രാജിവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഈ ഇലക്ഷൻ കമ്മീഷനൊക്കെ എന്തുമാത്രം ക്യാഷാണ് അല്ലെങ്കിൽ ചെലവാണ് ഉണ്ടാവുന്നത് ഈ ഒരു ഇലക്ഷൻ നടക്കാൻ. നമ്മുടെ നികുതി പണം എടുത്ത് തന്നെയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ഈ അധികാരത്തിന് വേണ്ടി പാർട്ടികൾ മാറുന്നവരെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ പാർട്ടിയും ഓരോ തത്വശാസ്ത്രം അനുസരിച്ചൊക്കെ പോകുന്ന പാർട്ടികളാണ്. അത് തെറ്റ് എന്നൊന്നും പറയുന്നില്ല. അവരുടെ നേരത്തെ അവർ വിശ്വസിച്ചിരുന്നത് തെറ്റാണ് എന്ന് അവർക്ക് തോന്നുമ്പോൾ ഒരു പാർട്ടി മാറുന്നതോ തത്വശാസ്ത്രം മാറുന്നതോ ഒക്കെ അവരുടെ ഇഷ്ടമാണ്, അവരുടെ ശരികളാണ്. അധികാരം കൊടുക്കുന്നത് ജനങ്ങളാണല്ലോ. നല്ല രീതിയിൽ വോട്ട് വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടി മാറിയിട്ടൊന്നും ഒരു കാര്യമില്ല. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രം വോട്ട് കിട്ടുന്ന രീതിയിൽ കിട്ടും. പക്ഷെ ജനങ്ങൾ അങ്ങനെയല്ല. അതാണ് അവിടുത്തെ വിഷയം. ഞാൻ ജനിച്ചത് ഇന്ന ഇതായിട്ടാണ്, ഇന്ന പാർട്ടിയിലെ അംഗത്വം അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരെല്ലാരും ഈ പാർട്ടിയിലാണ്, അപ്പൊ ഞാൻ ആ പാർട്ടിക്ക് മാത്രമേ വോട്ട് കൊടുക്കൂ എന്ന് പറയുന്ന കുറെ ടീംസ് ഉണ്ട്. അപ്പം അതേപോലെയുള്ള ആൾക്കാർ ഉള്ളിടത്തോളം കാലം ഇതേപോലെ അധികാരത്തിന് വേണ്ടി മാറുന്നവരും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ ജയിക്കും. അതേപോലെ പാർട്ടി ഇപ്പൊ ഒരു കൊലയാളിനെ പിടിച്ച് നിർത്തിയാലും ഓക്കെ, അവർ ജയിക്കും. കാര്യം എന്താ, ഇതുപോലുള്ള വോട്ടേഴ്സ് ആണല്ലോ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് പിന്നെ ചോദിച്ചത്, ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണോ അധികാരമോഹം പണം ഉണ്ടാക്കാൻ വേണ്ടിയാണോ? ഈ അധികാരമൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണോ സേവിക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഉത്തരം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 5 ലക്ഷം ആസ്തിയുള്ള ഒരു MLA ഒരു 5 വർഷമോ 10 വർഷമോ കഴിയുമ്പോൾ അയാളുടെ ആസ്തി എന്ന് പറഞ്ഞത് 50 കോടി 25 കോടി ഒക്കെയാണ്. അപ്പോൾ സേവിക്കാൻ വേണ്ടിയാണോ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? സേവിക്കുകയും ചെയ്യുന്നുണ്ട്, പണവും ഉണ്ടാക്കുന്നുണ്ട്. അത് സേവനം എത്ര കുറയുന്നു, പണം ഉണ്ടാക്കുന്നതിൽ എത്ര കൂടുന്നു, ഇതിലൊക്കെ വ്യത്യാസം എന്തെങ്കിലും ഉള്ളൂ. ഇലക്ഷൻ 80 വയസ്സ് കഴിഞ്ഞവർ നിൽക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ദയവ് ചെയ്ത് അങ്ങനെയുള്ളവന്മാർക്ക് വോട്ട് ചെയ്യാതിരുന്ന അത്രയും നല്ലത്. ഇപ്പൊ പറയുന്ന ഒരു ഡയലോഗാണ്, ന്യൂയോർക്കിൽ മുഖ്യമന്ത്രിനെ ചികിത്സിക്കാൻ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയ എന്തിന്? അത്രയും പ്രായമുള്ള ഒരാള് ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അയാളുടെ ചെലവെല്ലാം ഇങ്ങനെ നോക്കേണ്ടി വരുമ്പോൾ, അത്രയും പ്രായമുള്ള ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ഇതുപോലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വരും. അത് അമേരിക്കയിൽ പോകേണ്ടി വരും, ചിലപ്പോൾ ന്യൂഡൽഹിയിൽ പോകേണ്ടി വരും, ചിലപ്പോൾ കേരളത്തിൽ തന്നെ ചികിത്സിക്കേണ്ടിയും വരും. അപ്പോൾ മാക്സിമം ഇതുപോലുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആൾക്കാരെ
ഡേറ്റ് കഴിഞ്ഞ ആൾക്കാരെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തന്മാരെ MLA ഒക്കെ ആക്കി വിടാതിരിക്കുക. കഴിവുള്ള യങ് ആയിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ പേരുണ്ട്. അവരെയാണ് കുറച്ചും കൂടെ ആവശ്യം തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടെ യങ് ആയിട്ടുള്ള ആൾക്കാരാണ് മത്സരിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഒരു 80 വയസ്സിൽ താഴെയുള്ള കുറെ പേരെ മത്സരിപ്പിക്കും. എന്നാൽ അവർ യങ് ആണോ? യങ് ഒന്നും അല്ല. ഒരു 10-50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരായിരിക്കും. അതിനെക്കാട്ടി യങ് ആയിട്ടുള്ള ഒരുപാട് മികച്ച ജനപ്രിയമായിട്ട് പരിപാടികൾ, നല്ല വിഷനുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് ഒരു ജനപ്രതിനിധിയെ എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും? സിമ്പിളാണ്. ഒരു ജനപ്രതിനിധി അതിന് സിമ്പിളായിട്ടുള്ള ഏറ്റവും നല്ല വഴി ഇതേപോലുള്ള, അതായത് ഇപ്പോൾ ആന്റണി രാജു പുള്ളി ഇപ്പം മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് വോട്ട് കൊടുക്കരുത്. ഇതേപോലൊരു വിശ്വാസവഞ്ചന കാണിച്ച ഒരാളെ പൊസിഷനിൽ വരുന്ന ഒരാള് നിയമം നിർമ്മിക്കാനുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരാള് ഇതേപോലൊരു വിശ്വാസവഞ്ചന കാണിച്ച ഒരാളെ വീണ്ടും ഇരുത്തരുത്, അല്ലെങ്കിൽ വീണ്ടും ഇതുപോലൊരാള് വേണ്ട എന്ന് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പാർട്ടികൾക്കാണോ വോട്ട് കൊടുക്കേണ്ടത്? വ്യക്തികൾക്കാണോ? പാർട്ടിക്ക് വോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പാർട്ടിക്ക് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതുപോലുള്ള ആന്റണി രാജുമാരൊക്കെ എന്ത് ചെയ്യും? MLA ആവും, മന്ത്രിയാവും, നിയമനിർമ്മാണം ഉണ്ടാക്കും, ഇങ്ങനെ പല പരിപാടികളും നടക്കും.